ഓക്കെ, അപ്പോൾ നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് നോക്കി കടയിൽ നിന്ന് വാങ്ങുന്നതിലും നല്ല കൺസിസ്റ്റൻസിയിൽ സാധനം റെഡിയാക്കിയിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജസ്റ്റ് വ്ലോഗിലേക്ക് സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ്. മിൽക്ക്മെയ്ഡ് എന്നായിരിക്കും എല്ലാവരും കേട്ടിട്ടുള്ളത്, പക്ഷേ മിൽക്ക്മെയ്ഡ് എന്നുള്ളൊരു കമ്പനിയുടെ പേരാണ്. ശരിക്കും കണ്ടൻസ്ഡ് മിൽക്കാണ്. നമുക്ക് എങ്ങനെയാണ് കണ്ടൻസ്ഡ് മിൽക്ക് റെഡിയാക്കി എടുക്കാൻ നോക്കിയാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഒരു ഏകദേശം 100 ഗ്രാം പഞ്ചസാര എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഷുഗർ പൊടിഞ്ഞ് റെഡി ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ 100 ഗ്രാം പഞ്ചസാര അല്ലേ പൊടിച്ചത്, അതിലേക്ക് നമ്മൾ 200 ഗ്രാം പാൽപ്പൊടി, നമ്മളിപ്പോൾ അമൂല്യ എടുത്തിരിക്കുന്ന പാൽപ്പൊടി. ഓക്കെ, നമ്മളൊരു അമൂല്യയുടെ 200 ഗ്രാമിൻ്റെ പാക്കറ്റ് മേടിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് നമുക്ക് ഒരു 2 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, നെയ്യ് ചേർത്ത് നല്ലതാണ്. അപ്പോൾ ഞങ്ങൾക്കൊരു 3 ടീസ്പൂൺ ആക്കാം. ഓക്കെ, ഒരു 3 ടീസ്പൂൺ ചേർത്തിട്ട് ഇനി ഇതൊന്ന് നമുക്ക് അടിച്ചെടുക്കണം. ഇതൊന്ന് ശരിക്ക് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് വേണം റെഡിയാക്കി എടുക്കാൻ. ഓക്കെ, നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ ചൂടുവെള്ളമാണ്, നേരിയൊരു ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇനി ഒരല്പമായിട്ട് നമ്മുടെ തിളച്ച വെള്ളം ഒഴിച്ചൊന്ന് തിളച്ചല്ല, ക്ഷമിക്കണം, ചൂടുവെള്ളം അത് നേരി ചൂടുവെള്ളം മതി. ഓക്കെ, ഇനി നമുക്കൊന്ന് അടിച്ചെടുത്താലോ. നമ്മൾ കട്ടി ഒരല്പം കൂടുതലായത് കാരണം നമ്മൾ കുറച്ചും കൂടി വെള്ളം ചേർക്കണം. നേരി ചൂടുവെള്ളം എടുത്തേക്കണം, നമ്മൾ അധികം ചൂട് പാടില്ല. അടിച്ചെടുക്കാം. നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് നോക്കി കടയിൽ നിന്ന് വാങ്ങുന്നതിലും നല്ല കൺസിസ്റ്റൻസിയിൽ സാധനം റെഡിയാക്കി തരുന്നുണ്ട്. ഓക്കെ, ഇത്രയ്ക്ക് സിമ്പിളായിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്ന സാധനമുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ കണ്ടൻസ്ഡ് മിൽക്ക് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമെന്ന് വിശ്വസിക്കുന്നതാണ്. അപ്പോൾ സംഭവം സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു സാധനമാണ്. അപ്പോൾ കടയിൽ നിന്ന് വാങ്ങാതെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുത്ത് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണിത്. തുടർന്നും നല്ല കിടിലൻ റെസിപ്പികൾക്കായി എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.